രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾ ചേരുന്ന കോഴ്സിന്റെ ജെന്യൂനിറ്റി, അത് ഒറിജിനൽ കോഴ്സാണോ, അംഗീകാരമുണ്ടോ, അത് പരിശോധിച്ചതിന് ശേഷമായിരിക്കണം കോഴ്സിലേക്ക് നമ്മൾ പറഞ്ഞേക്കേണ്ടത് എന്നാണ്. അതുപോലെ തന്നെ സ്ഥാപനത്തിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ചില സ്ഥാപനങ്ങൾ അവിടെ ഒന്നുകിൽ 1, 2, 3 കോഴ്സുകൾക്ക് അംഗീകാരം ഉണ്ടാവും. പക്ഷേ ആ അംഗീകാരത്തിന്റെ പേരിൽ വേറെയും ഒരുപാട് കോഴ്സുകൾ നടത്തുന്നുണ്ടാവാം. നമ്മുടെ മക്കൾ ചേരുന്നത് സ്ഥാപനം നോക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് അവർ ചേരുന്ന കോഴ്സുകൾ. പലപ്പോഴും ഇന്നത്തെ ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ അവരൊക്കെ താല്പര്യപ്പെടുന്നത് 10ാം ക്ലാസ്സിന്റെ പഠനം കഴിഞ്ഞാൽ പിന്നീട് വിദേശ രാജ്യങ്ങളിലേക്ക് പറക്കാനും അതുപോലെ തന്നെ മറ്റു സ്റ്റേറ്റുകളിൽ പോയി പഠിക്കാനും ഒക്കെയാണ്. അപ്പോൾ മറ്റു സ്റ്റേറ്റുകളിൽ പോയി പഠിക്കുന്നതും വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നതും അതേ കോഴ്സുകൾ വളരെ അംഗീകാരത്തോടുകൂടിയുള്ള കോഴ്സുകൾ നമ്മുടെ നാടുകളിൽ ലഭ്യമാണെന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ നാടുകളിൽ ഇത് പഠിക്കാനോ അതല്ലെങ്കിൽ ആ സംവിധാനത്തിനെ കുറിച്ച് ആലോചിക്കാനോ പലപ്പോഴും നമ്മൾ കുട്ടികൾ തയ്യാറാവുന്നില്ല. അതൊരു കാര്യം. രണ്ടാമത്തേത്, പലപ്പോഴും വലിയ ഭീമമായ സംഖ്യകൾ ലോൺ എടുത്തുകൊണ്ടാണ് പ്രിയ രക്ഷിതാക്കൾ മക്കളെ പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ഇസ്ലാമികമായ വശങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു പരിശോധന നിർബന്ധമായി നമ്മൾ നടത്തേണ്ടത് അതൊരു വലിയ കാര്യം. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ലോണുകൾ എടുത്തു കഴിഞ്ഞാൽ ആ നിശ്ചിത അവധി കഴിഞ്ഞാൽ അടച്ചിട്ടില്ല എങ്കിൽ വരുന്ന പലിശ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്തതാണെന്നുള്ളതാണ്. അങ്ങനെ കുടുങ്ങിയ എത്രയോ ആളുകളെ ചരിത്രവും അതുപോലെ തന്നെ അവർ പങ്കുവെച്ച അറിവുകളും സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ ദിനേന എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനങ്ങൾ, അവിടെയുള്ള കോഴ്സുകൾ അത് അംഗീകാരമുള്ളതാണോ, ഭാവിയിൽ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ശമ്പളത്തോടു കൂടി നല്ലൊരു സാലറിയോട് കൂടി ഒരു ജോലിയിലേക്ക് എത്താൻ സഹായിക്കുന്ന ഒരു കോഴ്സാണ് എൻ്റെ കുട്ടി എടുത്തിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്താൻ പ്രിയ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്നാണ്.